ഹൃദയ കലാസ്നേഹികളെ, മസിൽ മുഴുവൻ ബുദ്ധിയുള്ള ഒരു കൂട്ടം മനുഷ്യരുടെ മതിയാവത്ത ആഗ്രഹത്തിന്റെ ഒടുക്കമാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ഈ സിനിമ. ഒരു ഗ്രാമപ്രദേശത്തിലെ തുരുമ്പ് പിടിച്ച ജിമ്മിൽ നിന്ന് മസിൽ ഉണ്ടാക്കി ഇന്റർനാഷണൽ ചാമ്പ്യനാകാൻ നടക്കുന്ന ഒരു മന്ദപ്പന്റെ കഥ. സോ ഗൈസ്, നമുക്ക് ആരംഭിക്കാം. ഗൈസ്, മുഹമ്മദ് അലി ഈ സിനിമയായിട്ട് ഒരു അവിധ ബന്ധം പോലും ഇല്ല. ലെറ്റ് മീ സേ, മുഹമ്മദ് അലി ഒരു ബോക്സർ ആയിരുന്നു. MMA മുഹമ്മദ് അലിയും തമ്മിൽ മാങ്ങയും മയനേസും തമ്മിലുള്ള ബന്ധം പോലും ഇല്ല. ഈ ഒരു ഫൈറ്റോട് കൂടി കഥ മുഴുവൻ അങ്ങ് മാറുകയാണ്. ഇവരെ പോലെ എല്ലാ നാട്ടിലും ഒരു അണ്ണൻ കാണുമല്ലോ. ഒരു കഴിവില്ലെങ്കിലും നമ്മൾ പൊക്കിക്കൊണ്ട് നടക്കണ ഒരു അണ്ണൻ. ഇവൻ കാണിച്ച കോപ്രായം കണ്ട് പിള്ളേർ വിചാരിക്കും ഇവൻ ഭയങ്കര സെറ്റപ്പ് ആണെന്ന്. അതുകൊണ്ട് ഇവനെ മാർഷൽ ആർട്സ് പഠിപ്പിക്കാൻ വിടാൻ വേണ്ടി അമ്മയോട് കെഞ്ചും. ഇവൻ നന്നായി ഹൈ ജമ്പ് ചെയ്യും, ലോങ് ജമ്പ് ചെയ്യും. ഏടാർക്കാ ഇത്? തവളച്ചാട്ടം അല്ലടാർക്കാ ഇത്? ഡൈവും ചെയ്യും. ഇതിലിപ്പോ ആര് ഡൈവ് ചെയ്തത്? ബോക്സിംഗും ചെയ്യും. ബോക്സിംഗ് എന്ന് പറഞ്ഞോ നിങ്ങൾ വിളി. മേല കണ്ടുപോലെ നിന്നെ ഇവിടെ ബോക്സിംഗ് ആണ് ഇത്ര ബോക്സിംഗ്. ബട്ട് ഇത്രയും പേര് വട്ടത്തിൽ നിന്ന് അവനെ പുകഴ്ത്തിയിട്ട് ഒന്നുമില്ലെങ്കിൽ അവന്റെ തള്ളയല്ല അവര് വളർത്തിയ കൊച്ചല്ല അവൻ. അവർക്കറിയാലോ ഇവ ഒരു ഷൊണ്ണയാണെന്ന്. അതുകൊണ്ട് അവര് പറയും മോനെ അവന് മരത്തിൽ കയറി 2 പുളി കുറയ്ക്കാൻ പോലും അറിഞ്ഞൂടാ. നിങ്ങൾ അവൻ എന്തോ പറഞ്ഞ് പറ്റിച്ചുകൊണ്ട് ചുമ്മാ ഫീസ് കൊണ്ട് കളയാനെന്ന് എന്റെ പൈസ ഇല്ലെന്ന് പറയും. പക്ഷെ വിശാല മനസ്കനായ അണ്ണൻ പൈസയുടെ കാര്യത്തിൽ അമ്മ വിഷമിക്കണ്ട, അത് ഞാൻ നോക്കിക്കോളാം. ഞാനും അമ്മയുടെ മോനാണെന്ന് കരുതിയാൽ മതി. ഫൈനലി ആ ആഗ്രഹം സഫലമാവുകയാണ്. അങ്ങനെ ബോക്സിംഗും കരാട്ടയും എല്ലാം പഠിച്ച കൊച്ചു ഫുണ്ടകൾ വളർന്ന് മുതുക്കുകഴകളാവുകയാണ്. എന്നെ നോക്കൂ പെണ്ണെ, എന്നെ നോക്കൂ പെണ്ണെ, ഞാൻ സുന്ദരനല്ലേ, ഞാൻ സുന്ദരനല്ലേ, എന്നെ 3 കൊല്ലം അടുപ്പിച്ച് മിസ്റ്റർ പൂഞ്ഞിക്കരി ഇത് വെറുതെ തിരിച്ച് റോഡ് വഴി നടന്നു വരികവേ പോലീസ് അവരെ കണ്ടു നിർത്തുകയാണ്. സർ, ഇത് റിയൽ ഫൈറ്റർ അജയ്യ, എവർഗ്രീൻ ചാമ്പ്യനാണ്. അതെന്താ ഒരു എവർഗ്രീൻ ചാമ്പ്യൻ? നസീറിനെ എവർഗ്രീൻ സ്റ്റാർ എന്നൊക്കെ പറയണ പോലെ നീ അവന്റെ PR അല്ലടാ, സത്യം പറയടാ. ആരടാ ഇതിന്റെ സ്ക്രീൻ പ്ലേ എഴുതിയത്? സോ അവൻ എവർഗ്രീൻ ചാമ്പ്യൻ ആണെന്ന് പറഞ്ഞിട്ട് പോലീസുകാരന് വിശ്വാസം വരൂല. നടറോട് തുണി അഴിച്ച് അവന്റെ അമ്മണിയിൽ കമ്പുകൊണ്ട് കുത്തി നോക്കി അദ്ദേഹം പറയും, അളവുള്ള പഴം പോലെ ഇരിക്കണ്, ഇതാണ് റിയൽ ഫൈറ്ററിന്റെ ബാഡി. മതിയടേ ചുമ്മാ ചോദിച്ചെന്ന് വേറെ വായി നോക്കിക്കാം. ശേഷം ഇതാര് പത്രം കൊണ്ടുകൂടി വരണം. അപ്പുറത്തെ വീട്ടിലെ പാറുവിന് ഈ സിനിമയിൽ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, പ്രാർത്ഥിക്കുക, നല്ലോണം പ്രാർത്ഥിക്കുക. പുട്ടിനിടയിലെ തേങ്ങ പോലെ ഇവളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. കഥ ഇതുവരെ ആയപ്പോഴാണ് കൂട്ടുകാരെല്ലാം കൂടി ചേർന്ന് ഒരു കോള് കൊണ്ടുവരുന്നത്. ഒരു MMA ടൂർണമെന്റ് വരുന്നുണ്ട്. ഇത്രയും ബോഡിയും ബുദ്ധിയും ശക്തിയുള്ള MMA ടൂർണമെന്റ് ഒക്കെ നിസ്സാരമായി ജയിക്കാവുന്നതല്ലേ ഉള്ളൂ. നല്ല മസിലുള്ളതുകൊണ്ട് ഇവന് നല്ല ബുദ്ധി ഉണ്ടാവുന്നതാണ് ഉമാരൊക്കെ വിചാരം. എടാ മണ്ടന്മാരെ, ബുദ്ധി മസിലല്ലടാ ഇരിക്കണം. ഭാഗ്യം ഇവനെ ചെസ് മാച്ചിന് കൊണ്ടുപോകാത്തത്. അങ്ങനെ അവൻ ആ MMA മാച്ചിന് പങ്കെടുക്കാൻ തീരുമാനിക്കും. ഇവള് സാരി തേക്കാൻ കണക്കാടാ ജീൻസ് തേക്കണം. അല്ലേ തന്നെ എനിക്കറിയാൻ പാടില്ലാത്ത ചോദിക്കണേ, ജീൻസ് ആരെങ്കിലും തേക്കോടെ? വല്ല കോട്ടൺ പാന്റ് വരുന്നെങ്കിൽ പിന്നെ ഓക്കെ. ഒറ്റ എണ്ണത്തിന് ബുദ്ധിയില്ല, വെട്ടി വിഴുങ്ങും. ലവനാണെങ്കിൽ 10 മുട്ടയുടെ വെള്ളം ഒറ്റ ഇരിപ്പ് തിന്നും. മാറ്റിവെച്ച മഞ്ഞക്കൊരു കൂടുതൽ മെലിഞ്ഞവൻ തിന്നും. അപ്പൊ അവിടെ ഒരു കോമഡി. എല്ലാം കൂടെ വാരത്തുനിന്ന് വല്ല അസുഖം ഉണ്ടാക്കരുത്. കാരണം നീ എല്ലും കൂടെ ഓണം. വണ്ണം വെക്കണത് അത്ര നല്ലതല്ല. കാരണം എന്താന്ന് വെച്ചാ പട്ടി കടിക്കാൻ വന്നാ ഓടാൻ പറ്റത്തില്ല. അയ്യോ, ആ തമാശ കേട്ടപ്പോൾ റിയൽ ഫൈറ്ററിന്റെ എക്സ്പ്രഷൻ നോക്ക്. ഇനി നമുക്ക് പുട്ടിന് കുറച്ച് തേങ്ങ ഇടാം. വീണ്ടും ഇനി ടൂർണമെന്റിലെ അടുത്ത മാച്ച്. ഒടുവിൽ സംഭവിച്ചതുപോലെ തന്നെ നിങ്ങൾ അച്ഛനും മോനും ആടാ. ഇതിപ്പോ തന്തേക്കാളും പ്രായം ഉണ്ടല്ലോ മോന്. ഒറ്റ മോൻ റെക്സൻ തുപ്പൽ. ഈ റെക്സൻ തുപ്പൽ ജോർജ് തുപ്പലിനെ പോലെ ഒരു മാർഷൽ ആർട്സ് പ്രേമിയല്ല. അവനൊരു ചീപ്പ് വാതുവെപ്പുകാരനാണ്. അവൻ കേരളത്തിൽ വന്ന ആ ചെയർമാൻ കസേര കയ്യിലടക്കി തന്റെ ഇംഗിതങ്ങൾക്ക് വഴങ്ങിയില്ലെങ്കിൽ അച്ഛനെ പണിയോന്ന് പറയും. തീപ്പട്ടിക്കൊള്ളി വരച്ചാൽ മെഴുകുതിരി കത്തിക്കാം, എന്നാൽ മെഴുകുതിരി വരച്ചാൽ തീപ്പട്ടി കത്തില്ല. അന്നാ സഭയിടയിൽ വീണ്ടും പുട്ടിന് തേങ്ങ. ഇവക്ക് വേറെ ഒരു ചൊരപ്പുമില്ല ഈ പടത്തിൽ. ഇത് എന്നെ പണി. അങ്ങനെ ഇരിക്കും നമ്മുടെ തുപ്പലാശാൻ ദ റിയൽ ഫൈറ്ററെ പറ്റി അറിയുകയാണ്. കളിക്കുന്ന കളിയെല്ലാം ജയിക്കുന്ന അവനെ സ്വന്തമാക്കാൻ അവന്റെ മനസ്സൊന്ന് തുടിക്കും. അങ്ങനെ അടുത്ത വലിയ കോമ്പറ്റീഷൻ എൻട്രിക്ക് എത്തുന്ന അവനെ മോഹന വാഗ്ദാനം കൊടുത്ത് കീഴ്പ്പെടുത്താൻ തന്റെ പണിക്കാരനോട് അദ്ദേഹം ആവശ്യപ്പെടും. നിങ്ങൾക്ക് ഞാൻ 5 ലക്ഷം രൂപ. 5 ലക്ഷം രൂപയോ? ശരി, തർക്കിക്കുന്നില്ല. 10 തന്നേക്കാം. 10? ഞാൻ 15 ചോദിച്ചാലോ? അടിച്ച് നിന്റെ 32 പല്ലും കാണിക്കൊന്ന് കാലിൽ താഴ്ത്തും. ബട്ട് യാതൊരു കാരണവശാലും അവനെ വശീകരിക്കാൻ പറ്റില്ലെന്ന് ഇദ്ദേഹത്തിന് മനസ്സിലാക്കും. കാരണം അവൻ ടെർമിനേറ്ററിന്റെ ആളാണ്. അണ്ണാ ഓക്സിജൻ ഫ്രീ ആണ്, ശ്വാസമെങ്കിലും ഇട്.
അതേസമയം മറ്റൊരിടത്ത് നമ്മളെ കൊണ്ട് പറ്റുമൊന്നുകൂടെ നിസ്സാരം. അങ്ങനെ ഒരു അൾട്ടിമേറ്റ് ഷോഡൌണിനായി ഇക്സൻ തുപ്പലിന്റെ ഫൈറ്ററായ മാമനും ടെർമിനേറ്ററിന്റെ ഫൈറ്ററായ ദ റിയൽ ഫൈറ്ററും അവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കവേ അവർ തമ്മിൽ മുഖാമുഖം കണ്ടുമുട്ടുകയാണ്. അന്തരാസ് കൂന്തരാസ് അവന്റെ അമ്മരെ തീർന്നില്ല, അവനെ വശീകരിക്കാൻ വീണ്ടും രണ്ടാമതൊരാളെ വിടും. വിക്രം മാലിക് ഞാനിങ്ങ MMA ഫെഡറേഷനിലെ കോച്ച് താൻ. ഇങ്ങനെ തമിഴനായിരുന്ന? അല്ല, അതെന്തോന്ന് തമിഴ്? ഉങ്ങളുടെ പ്രാക്ടീസ് എപ്പടി നടക്കുന്നത്? ഉങ്കട പ്രാക്ടീസ് എപ്പടി നടക്കണേ? ഉങ്കട അല്ലടോ, വങ്കട കഴിച്ചു പോണം. നിങ്ങൾ ക്ലബ് ഫൈറ്റിംഗ് മാത്രം പോകാമാ, ഉലകം അളവിലേ പേസപ്പെടണം. ആമയല്ലടോ ആന. അവൻ ക്ലബ്ബ് ഇന്റർനാഷണലാ കളിക്കിട്ട്. താൻ ആദ്യം പോയി തന്റെ മാതൃഭാഷ നന്നായിട്ട് പഠിക്കും. நான் ஒன்னு கேட்கணும், உனக்கு ரெக்ஸசார்ட கூட இருக்க முடியுமா? ஒவ்வொரு ஃபைட்டிനും கோடிகள் கிடைக்கும். உன்னோட முழு செலவும் കമ്പനിയെ പാത്തിടും. ചേട്ടാ എത്രയായി? ബദലൊന്നും சொல்லல. അവൻ എങ്ങനെ ബദല് ചൊല്ലും? അവൻ ചൊല്ലിട്ടാണ് എണിച്ചു പോയത്. പക്ഷെ കൊള്ളാണ്, നിങ്ങൾക്ക് ഒരു ഓർമ്മയൊക്കെ ഉണ്ട്. അച്ഛനെ കൂട്ടി വയ്ക്കാൻ പഠിച്ച നിങ്ങൾക്ക് ഇനി സിനിമയിൽ അവസരം കിട്ടും. നടക്കാൻ പല വഴി, നശിക്കാൻ 100 വഴി, നേടാൻ ഒരു വഴി. ഉഡായിപ്പ് കളിക്കല്ലേ, പണി പാളും. ഇവൻ വരുതിക്ക് വരമാട്ടെ. ചേട്ടൻ ശരിക്കും ആരാട്ടാ? എടാ മൊണ്ണെ, ഒരു പെണ്ണ് ആദ്യമായിട്ട് കാണാൻ വരുമ്പം ഇങ്ങനെ കാലും കവച്ചാണ് ഇരിക്കണത്. ഇരുന്നിടത്തുനിന്ന് ഒന്ന് എണീക്കെങ്കിലും ചെയ്യടാ. പിന്നെ ഇവള് വലിയ MMA ആരാധികയാണെന്ന്. ഞാൻ MMA ഒരു ആരാധികയാണ്. മെയ്വെതർ, പെക്യാവോ. ആ മനസ്സിലായി, നിന്റെ വിവരം മനസ്സിലായി. എടി മെയ്വെതറും പെക്യാവും ബോക്സർമാരാണ്. അവന്മാർക്ക് MMA ആയി യാതൊരു ബന്ധമില്ല. ബ്രോക്ക് ലെൻസർ, ബോബി ലാക്ലി. എടി മൂദേവി ബ്രോക്ക് ലെസ്നർ ആണ്, അല്ലാതെ ബ്രോക്ക് ലെൻസർ അല്ല. ബോബി ലാഷ്ലിയാണ്, ബോബി ലാറ്റ്ലി അല്ല. MMA ഒരു ആരാധികയാണ്. ലെൻസർ, ബോബി ലാക്ലി. എഴുതി കൊടുത്ത ഡയലോഗ് ഉച്ചരിക്കാൻ പോലും അറിയാത്ത ഈ പെണ്ണിനെയൊക്കെ ആരടാ പിടിച്ച് അഭിനയിപ്പിച്ചത്? ബ്രോക്ക് ലെൻസർ എന്ന്. ബ്രോക്ക് ലെൻസർ അല്ലടി, സൈലൻസർ. രണ്ടും കൂടി ഇരിക്കണോക്കാണ് ഒരു ഇടിമിന്നെല്ലാം കടിച്ചിരുന്നെങ്കിൽ. ഇതാണ് ബോംബെ നിറക്കിയ കീലേരി അച്ചു. മുടിയൊക്കെ നരച്ചത് പ്രായം കൊണ്ടാ ടെൻഷൻ കൊണ്ടാ. എന്തായാലും ആള് സുന്ദരനാണ്. എങ്ങോട്ടാ നമ്മുടെ യാത്ര? മരണത്തിലേക്ക്. റിയൽ ഫൈറ്റർ ആക്ച്വലി ഡിസ്ട്രാക്ഷൻ ആണെന്ന് പറഞ്ഞ് നൈസായിട്ട് ഇവളെ അവൻ അങ്ങ് അവോയ്ഡ് ചെയ്യും. അത് അവൾക്ക് ഇഷ്ടപ്പെടൂല. അവസാനമായി അവളെ ഒന്ന് കാണണം. അപ്പം അമ്മ US നിന്ന് അവളെ കൊണ്ടുപോകാൻ ഇങ്ങോട്ട് വരികയാണെന്നും പറഞ്ഞു. വയറുവീക്ക തിന്നിട്ട് ഒന്നും മയങ്ങാൻ കിടന്ന അവനെ അവളെ വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യും. എന്നിട്ട് കാണാൻ വരുമ്പോ അവളെ കൊണമൊക്കെ മാറി. ഇന്ന് നിന്റെ ഡാഡി മമ്മി സ്റ്റേറ്റ്സിന്ന് വരുന്നല്ലേ പറഞ്ഞിരുന്നത്? എടാ മണ്ട, വല്ലപ്പോഴും ചെവിയിൽ ഇച്ചിരി ബഡ്സ് ഇടണം. അവളെ അച്ഛനും അമ്മയും സ്റ്റേറ്റ് വിട്ട് തൊഴിലുറപ്പിന് പോയെന്നല്ലായിരിക്കും അവള് പറഞ്ഞത്. ഈ കേട്ടാന്റെ കുഴപ്പം. വെറുതെ അവളടുത്ത് ചൂടാവണം എന്തിനി? വാത് വെക്കുന്ന ഡിക്സനെതിരെ 200 കോടി ഇറക്കി മറുവാത് വെക്കാൻ വേറെ ടീമുണ്ട്. അവർക്ക് ഡിക്സനോട് വാശിയാണ്. ഡിക്സന്റെ സകല സ്വത്തുക്കളും വിറ്റാലും 150 കോടി അത് എത്തോളം. നിങ്ങളൊന്ന് ഓർക്കണേ, 150 കോലി 200 കോലിയൊക്കെയാണ് വാത് വെക്കണ. സംഭവം റിയൽ ഫൈറ്ററിനെ മുന്നിൽ നിർത്തി ഡിക്സനെ തോപ്പിക്കാൻ വാത് വെപ്പ് ടീമിനെ ഇറക്കിന്റെ മാസ്റ്റർ ബ്രൈറ്റാനുമല്ല നമ്മൾ ടെർമുവാണ്. എന്നാലും ഇതെങ്ങനെ അങ്ങനെ വാതുറക്കാതെ സംസാരിക്കും? 8 കോടി രൂപയ്ക്ക് എന്നെ കള്ളനാക്കിയ ദിവസം ഞാൻ മറക്കില്ല. പാവം സുഖടുത്ത് വെപ്പ് താടിയൊക്കെ ഒട്ടിച്ച് ഇരുന്ന് തിന്നുകയാണ്. പാവം ശുഭം സുഖേഷ്. അപ്പൊ എങ്ങനെയുണ്ട് സിനിമ? നിങ്ങൾക്ക് ഇഷ്ടമായോ? ഈ പടത്തെ പറ്റിയുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. എനിക്കറിയാം ഇതൊരു ചെറിയ സിനിമയാണെന്നും ആഗ്രഹത്തിന്റെ പേരിൽ ആരൊക്കെയോ ചേർന്നെടുത്തൊരു പടമാണെന്നും ഇതിനെ ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് മാത്രം നിങ്ങൾ കണ്ടാൽ മതി. നിങ്ങളുടെ ഒന്നും സിനിമാ മോഹത്തിന് ഞാൻ എതിരല്ല. ഇതിന്റെ ക്രൂ മെമ്പേഴ്സിൽ നിന്നും ഇനിയും നല്ല സിനിമകൾ ഉണ്ടാകട്ടെ. ഇതുപോലത്തെ അല്ല, നല്ല സിനിമ നിങ്ങൾക്ക് എടുക്കാൻ ഭാവിയിൽ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അപ്പൊ ഞാൻ വിട വാങ്ങട്ടെ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ നമ്മൾ ഇനിയും കാണും. Thanks. Love you.